ഹായ്, ഞാൻ വീണ്ടും വന്നേക്കുവാണ്. നമ്മൾ കണ്ട ദിവസങ്ങളായില്ലേ, കുറച്ചധികം നാളായി. വിശേഷം നിൽക്കട്ടെ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അടുക്കളയിൽ നടിച്ച് മാറ്റിയ വുഡൻ സ്പൂൺ നമ്മുടെ വീട്ടിൽ പൊതുവെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ് അല്ലേ, നല്ലല്ലേ ഇളക്കാനൊക്കെ. സോ നമുക്ക് ഈ വുഡൻ സ്പൂൺ നമുക്ക് ഒരു അടിപൊളി വാൾ ഹാങ്ങർ ആക്കിയാലോ. സോ വീഡിയോ എങ്ങനെ ചെയ്യുന്നത് കാണാം. സോ അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വുഡൻ സ്പൂൺ വൈറ്റ് പെയിൻറ് കൊണ്ട് കോട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ബേസ്. സോ ഇതാണ്ട് ഇത് കണക്ക് നമ്മുടെ ഈ ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ്ലി കവർ ചെയ്യണം. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി ഡ്രൈ ആയേക്കാണ്. ഇതിൻ്റെ എൻസിലും താഴെയും എല്ലാം ഞാൻ വൈറ്റ് തന്നെ അടിച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുറച്ച് സമയം എടുക്കും ഉണങ്ങാൻ, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. സോ നമ്മൾ വൈറ്റ് അടിച്ച ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ട്രയാങ്കിൾ ഇങ്ങനെ കൊടുക്കണം. അതിപ്പം ഇന്നടുത്ത് വേണമെന്നൊന്നുമില്ല, നമുക്കിഷ്ടമുള്ളടുത്ത്. കറക്റ്റ് ഷേപ്പായിട്ടുള്ള ട്രയാങ്കിൾ ഒന്നുമില്ല കേട്ടോ. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഒരു ചെറിയ ട്രയാങ്കിൾ, ഇഷ്ടമുള്ള രീതിയിലല്ല എന്നാലും അത്യാവശ്യം ഒരു ട്രയാങ്കിൾ ഷേപ്പായിട്ട് വെച്ച്. നമുക്ക് ഗ്രീൻ, ഞാൻ ആദ്യം ഗ്രീനാണ് എടുത്തത്, പിന്നെ നമുക്ക് ബ്ലൂ. ഇത് നോർമൽ അക്രലിക് കളേഴ്സാണ് കേട്ടോ, വേറെ പ്രത്യേകിച്ച് പ്രശ്നമുണ്ട്. നോർമൽ അക്രലിക് കളേഴ്സാണ്. അതേ കണക്ക് ഗ്രീൻ വെച്ച് നമുക്ക് ട്രയാങ്കിൾ വരച്ച കണക്ക് സെയിം ബ്ലൂ വെച്ച് ട്രയാങ്കിൾ അവിടെ ഇഷ്ടമുള്ളടത്ത് കൊടുത്താൽ മതി. ഇപ്പം തന്നെ വൈറ്റിൽ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുന്നത് തന്നെ നല്ല ഭംഗിയായിരിക്കും ഇല്ലേ? ഭംഗിയില്ലേ? ഫുൾ ആ ബ്രഷ് മൊത്തവും, ബ്രഷല്ല സ്പൂൺ മൊത്തവും ഇഷ്ടമുള്ള ട്രാക്കിൽ കൊടുത്താൽ മതി. അത് ഇഷ്ടമുള്ള കളേഴ്സ്. ഇപ്പം ഞാനിപ്പോൾ എടുത്തേത് കളേഴ്സ് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബ്ലൂ ഗ്രീൻ അടി ഇപ്പം തന്നെ നല്ല രസമില്ലേ. അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് എടുക്കാം. എന്നിട്ട് റെഡ് എടുത്തിട്ട് മറ്റേ നമ്മൾ ഓൾറെഡി ഒരു ട്രയാങ്കിൾ വെച്ചിട്ടുണ്ടല്ലോ, സോ അതിൻ്റെ മേളിലായിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ കോൺ പോലെ. സോ ഒരു ട്രയാങ്കിളിൻ്റെ മേളിൽ വേറെ ട്രയാങ്കിൾ, അത് ഞാൻ ട്രയാങ്കിൾ ജോയിൻ ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് പറയാം കേട്ടോ.
അതുപോലെ തന്നെ ബാക്കി എല്ലാ ട്രയാങ്കിളിൻ്റെ മേളിൽ എല്ലാത്തിനും നമുക്ക് കവർ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് വേണമെങ്കിൽ ബ്ലൂവിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഗ്രീനിൻ്റെ പുറത്ത് അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ വിചാരിച്ചു ഒരു റെഡ് ട്രയാങ്കിൾ, ഒരു നല്ല ട്രയാങ്കിൾ വരയ്ക്കും. ബ്ലൂവും ഗ്രീൻ മാത്രമായി ശരിയാത്തില്ലല്ലോ. സോ ഒരു റെഡ് ട്രയാങ്കിൾ. കണ്ട ഈ ബ്ലൂയിലും ഗ്രീനിലൊക്കെ യെല്ലോ വന്നപ്പം അടിപൊളിയായില്ലേ? യെല്ലോ അല്ല, ഓറഞ്ചാണ്. സോറി, തെറ്റിപ്പോയതാണ്. നമുക്ക് ആ റെഡിലും ഓറഞ്ച് കൊടുക്കാം. വളരെ സിമ്പിളാണ്. പെട്ടെന്ന് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ. കുറച്ചേരം സൗണ്ട് കേൾക്കാവോ? പുറത്തോട്ടില്ല കേട്ടോ. എൻ്റെ കസിൻ തന്നെയാണ്, ബേബിയാണ്. ഇവിടെ ഒരു ട്രയാങ്കിൾ നമ്മൾ ഓൾറെഡി മറ്റേ ട്രയാങ്കിളോട് ജോയിൻ്റ് ആയി. സോ ആ ട്രയാങ്കിളിൻ്റെ പകുതി മറ്റേ ട്രയാങ്കിളിൻ്റെ ബാക്കിൽ ആയി പോയതുപോലെ. കണ്ട ഇപ്പം തന്നെ നല്ല രസമായില്ലേ? ഇടയ്ക്ക് വൈറ്റും കുറേ ട്രയാങ്കിൾ പകുതിയായിട്ട്. സോ നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ യെല്ലോ ആണ്. നോർമൽ യെല്ലോ. യെല്ലോ. ഇത് സെയിം രീതിയിൽ തന്നെ എല്ലാ ട്രയാങ്കിളിൻ്റെ മേളിൽ ജസ്റ്റ് അവർക്കൊരു ക്യാപ്പ്. ഈ സെയിം കളേഴ്സ് ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് മെറ്റാലിക് കളേഴ്സോ അല്ലെങ്കിൽ നിയോൺ കളേഴ്സോ എന്ത് കളേഴ്സ് ഉപയോഗിക്കാം. ഇത് അക്രിലിക്കാണ്. അതെല്ലാം നമുക്കിഷ്ടം. അവരവരുടെ ടേസ്റ്റ് വേറെ വേറെ അല്ലേ. സോ ഏത് കളർ വെച്ചെടുത്തോ, യൂസ് ചെയ്യാം. ജസ്റ്റ് എന്താ ചെയ്യുക, സെയിം എല്ലാ
അതൊന്നും ചെയ്യുന്നത് സെയിമാണ്. എല്ലാവർക്കും ഒരു തൊപ്പിയില്ല, ഒരു ട്രയാങ്കിളിൻ്റെ കോൺ പോലെ. തൊപ്പി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കളർ ഉണങ്ങിയിട്ട് അതിൻ്റെ മേളിൽ അതിൻ്റെ അടുത്തായിട്ട് വേറെ കളർ അടിക്കുന്നതാണ് നല്ലത്. ഇൻ കേസ് ഉണങ്ങാതെ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരുമാതിരി സ്പ്രെഡ് മിക്സ് ആവും. അപ്പം അത് ഒരുമാതിരി ആയിരിക്കും. വലുതായിട്ട് ഒരുമാതിരി ഇല്ല, ബട്ട് എന്നാലും നമ്മളതിനെ വെറുതെ കുളമാക്കുന്നത്. സോ ചെറുതായിട്ടെങ്കിലും ഉണങ്ങിയിട്ട് അടുത്തടിക്കുന്നതാണ് നല്ലത്. ഇത് ഈ സ്പൂണിൻ്റെ ഏറ്റവും മേളിൽ, അതായത് നമ്മൾ ഇളക്കുന്ന വശമുണ്ടല്ലോ, പിടിക്കുന്ന വശമല്ല, ഇളക്കുന്ന വശം, അതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ട്രയാങ്കിൾ അവിടെ ശരിയാവാതെ വന്നത് കേട്ടോ. നല്ല രീതിയിൽ പെർഫെക്റ്റ്. ഇപ്പോൾ താഴെ നമ്മൾ പിടിക്കുന്ന അടുത്ത് കണക്ക് വന്നില്ലല്ലോ മേളിൽ, അതങ്ങനെ വളഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അത് കുഴപ്പമില്ല. എന്താണ്, അങ്ങ് മുഴുവനായിട്ടങ്ങ് പെർഫെക്റ്റായി ശരിയാകത്തില്ലല്ലോ, കുറച്ചൊക്കെ ഇൻപെർഫെക്റ്റ് ആയിട്ടിരിക്കണ്ടേ. സോ അങ്ങനെ പോയിക്കോളും. ഞാൻ വീണ്ടും കളേഴ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് സീനിനാളെ ഉപയോഗിക്കാമല്ലോ. പക്ഷെ ഒരു 2 കളർ അടുപ്പിച്ച് വരാതെ നോക്കിയാൽ മതി. അടുപ്പിച്ചെന്നാൽ ഭംഗിയാണോ? ഇല്ലല്ലോ, ഭംഗിയാണത്തില്ല. സോ അടുപ്പിച്ച് വരാതെ തിരിച്ച് മറിച്ചൊക്കെ ഉപയോഗിക്കും. കണ്ടോ, ഇപ്പോൾ അടുത്ത് ചെറുതായിട്ട് അവിടെ ഉണങ്ങിയില്ലായിരുന്നു, അതുകൊണ്ട് ചെറിയ രീതിയിൽ സ്പ്രെഡായി. വലിയ കുഴപ്പമില്ല. നമ്മളെല്ലാ കാര്യവും ഭയങ്കരമായിട്ട് പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. കുറച്ചൊക്കെ കുളമായിട്ടിരിക്കുന്നത് നല്ലതാ, ഇല്ലേ? നല്ലതാ. കണ്ട, ഇളക്കുന്ന വശത്തിൻ്റെ അവിടെ കുറച്ച് ഒരു പ്രോപ്പർ ട്രയാങ്കിൾ പോലെ വന്നില്ല. പിന്നെ ഞാൻ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇപ്പം നിങ്ങൾക്ക് പൊതുവേ അല്ല, ഓൾ ടുഗെദറായിട്ടൊരു ഐഡിയ കിട്ടിയല്ലോ എങ്ങനെ ചെയ്യുന്നതെന്ന്. അങ്ങനെ വെച്ചിട്ട് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് അത് കുളമാവാതെ നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങണം. ഉണങ്ങിയിട്ട് കാണിക്കാം. ഓക്കെ, ഉണങ്ങി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. തന്നെ നല്ല ഭംഗിയില്ലേ? സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ബോർഡർ കൊടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഈ അപ്പുറത്ത് തറ്റ സൈഡിലുണ്ടല്ലോ കുഞ്ഞു ഭാഗം, അവിടെ വേണേൽ നിങ്ങൾക്ക് ബ്ലാക്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ പഠിച്ചതിന് ശേഷം, കുറേ നേരമൊന്നുമില്ല, കുറച്ച് നേരത്തെ പഠിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ വുഡൻ സ്പൂൺ നമ്മളൊരു DIY വാൾ ഹാങ്ങറായി മാറ്റിയിരിക്കുകയാണ്. സോ കാണണ്ടേ? സംഭവം അടിപൊളിയല്ലേ? സിമ്പിളല്ലേ? ഇത് കണക്കാണ് ഞാൻ വേറെ സ്പൂണും കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ സെയിം രീതിയിൽ തന്നെ വൈറ്റ് അടിച്ചു, പിന്നെ ഡയറക്റ്റ് കളർ കൊടുത്തു. കണ്ടോ? സോ എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ടാറ്റാ.